എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രഞ്ചി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു ബിഫോർ വാച്ചിങ് വീഡിയോ ആണ്. അതായത് ഒരു പ്രോജക്റ്റോ ആയിട്ടുള്ള ഒരു പടമോ സീരീസ് എന്തെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളെ പുഷ് ചെയ്യാൻ മുന്നോട്ട്. ഡി സിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എല്ലാ പ്രൊജക്ട്സും അതായത് DC EUവിൽ ഉണ്ടായിരുന്ന സ്നൈഡറിന്റെ പടങ്ങളും മറ്റ് പടങ്ങളും ഒക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് DC യൂണിവേഴ്സ്. ലൈവ് ആക്ഷനിലാണെങ്കിലും പടങ്ങളും സീരീസും ഒക്കെ കൂടിയിട്ട്. സോ ജെയിംസ് ഗണ്ണിന്റെ പുതിയ DC എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ആ ഒരു ജെയിംസ് ഗണ്ണിന്റെ DC യൂണിവേഴ്സിൽ വരുന്ന ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് ക്രീച്ചർ കമാൻഡോസ്. ഒരു ആനിമേറ്റഡ് സംഭവമാണ്. ആൻഡ് ഇത് ഈ വീക്കാണ് ഇറങ്ങാൻ പോകുന്നത്. സോ അത് കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ക്രീച്ചർ കമാൻഡേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് കുറെ മോൺസ്റ്റേഴ്സിനെ ഒരുമിച്ച് അസംബിൾ ചെയ്തേക്കുന്നതാണ് അമാൻഡ വാളർ എന്ന കഥാപാത്രം. ഇത് ഈ ഒരു ക്യാരക്ടറിന്റെ മിഷൻസ് ചെയ്യാനായിട്ട്. അമാൻഡ വാളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പോൾ ടോപ്പിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ പടങ്ങളിലാണെങ്കിലും കുറെ സീരീസുകളിലും കുറെ ഇതിലും പല വേർഷൻസും കണ്ടിട്ടുള്ളതാണ്. ഒരു സൂസൈഡ് സ്ക്വാഡ് ആണ്. പക്ഷെ ഇതിൽ വില്ലന്മാർക്ക് പകരം മോൺസ്റ്റേഴ്സ് ആണ് ഈ ഒരു ഗ്യാങ്ങിലുള്ളത്. ഈ ഒരു ഷോന്റെ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ആനിമേറ്റഡ് ഷോ തന്നെയാണ്. പക്ഷെ ഇതിലുള്ള വയലൻസ് നമ്മുടെ ബോയ്സും അതൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് വയലൻസ് തന്നെയാണ്. അതായത് ആൾക്കാരുകളെ ചിന്നിച്ചിതറുന്നതും ബ്ലഡ് ഷെഡും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഷോ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഒരു മെച്യൂർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഷോ തന്നെ പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം മോൺസ്റ്റേഴ്സ് ആണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. സോ അവർ കൊല്ലുന്ന രീതികൾ അങ്ങനെയായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഭയങ്കര ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് ഷോ ആണ്. നമ്മുടെ ഇൻവിൻസിബിൾ പോലെ ഒക്കെ തന്നെയുള്ള ഒരു ഷോ ആയിരിക്കും ഈ ക്രീച്ചർ കമാൻഡോസ്. അപ്പൊ ഇതിന്റെ ഒരു കഥേനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൂസൈഡ് സ്ക്വാഡിന്റെയും പീസ് മേക്കറിന്റെയും പ്രശ്നങ്ങൾ കാരണം അമാൻഡ വാളറിന് ഹ്യൂമൻസിനെ ഒരു ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഈ ഒരു ക്യാരക്ടറിന്റെ മിഷൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ വേറൊരു ടീം സെറ്റ് ചെയ്യുന്നതാണ് മോൺസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട്. ഇവരുടെ മെയിൻ ഹെഡ് ലീഡറായിട്ട് റിക് ഫ്ലാഗ് സീനിയറും ഉണ്ട്. ഇത് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് എറിക് ഫ്രാങ്കൻസ്റ്റൈൻ ആണ്. ഈ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഡേവിഡ് ഹാർബർ ആണ്. ഈ ഒരു ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ജിം ഹോപ്പറായിട്ട് സ്ട്രേഞ്ചർ തിങ്സിലും MCUവിൽ റെഡ് ഗാർഡിയൻ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഫ്രാങ്കൻസ്റ്റൈൻ ഒരു മരിക്കാത്തൊരു ഒരു ക്യാരക്ടറാണ്. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ തന്റെ ബോഡി പാർട്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ. അടുത്തൊരു ക്യാരക്ടറാണ് ദ ബ്രൈഡ് അല്ലെങ്കിൽ ദ ബ്രൈഡ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ. ഈ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഇന്ദിര വെർമ്മയാണ്. ഈ ആക്ട്രസിനെ നമുക്ക് നമ്മുടെ നെവർ ഹാവ് എയർ സീരീസ് പിന്നെ അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഫേമസ് ആണ്. ഫ്രാങ്കൻസ്റ്റൈൻ്റെ പോലെ തന്നെ മരിക്കാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ്. സിമിലർ ടൈപ്പ് പവേഴ്സ് ഒക്കെ തന്നെയാണ്. ആന്യ ചലോട്ര ഈ ഒരു ആക്ട്രസ് ഫേമസ് ആണ് ദ വിച്ചറിൽ യെനിഫർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിച്ചതിന്. ഇതിൽ സേഴ്സി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതൊരു ഗോഡസ് ആണ്. കുറെ മാജിക്കൽ എബിലിറ്റീസ് ഉണ്ട്. ആൻഡ് നോർമലി വണ്ടർ വുമന്റെ വില്ലനായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ. അടുത്ത ആക്ടറാണ് അലൻ ട്യൂഡിക്. ഈ ഒരു ആക്ടർ ഫേമസ് ആണ് കാരണം കുറെ ക്യാരക്ടേഴ്സിന് വോയിസ് കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ റോഗ് 1 കേക്ക് 250, യങ് ജസ്റ്റിസിൽ ഗ്രീൻ ആരോന് വോയിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോക്കറിനും ക്ലേഫേസിനും വോയിസ് കൊടുത്തിട്ടുണ്ട് ഹാർലി ക്യൂവിന്റെ ഷോയില്. അപ്പോൾ ഈ ഒരു ആക്ടർ ഇതിൽ 2 പേർക്ക് വോയിസ് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ക്രെഡിറ്റ്സിന്റെ സീൻ നോക്കുമ്പോൾ ക്ലേഫേസിനും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഡോക്ടർ ഫോസ്ഫറസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആരെ തൊട്ട് കഴിഞ്ഞാലും ആ ആള് നശിക്കുകയും ചെയ്യും. മൊത്തത്തിൽ ഇല്ലാണ്ടാവും. ഒരു സ്കെലിട്ടൺ ആയിട്ടുള്ള ഒരു രൂപമാണ്. മൊത്തം റേഡിയോ ആക്റ്റീവിന്റെ ഒരു കളർ ഇദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയിട്ടും ഉണ്ടാവും. അടുത്തൊരു ആക്ടറാണ് ഫ്രാങ്ക് ഗ്രില്ലോ. ഈ ഒരു ആക്ടർ നമ്മുടെ ക്രോസ് ബോൺസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് MCUവിൽ. ഇദ്ദേഹം ഇതിൽ റിക് ഫ്ലാഗ് സീനിയർ അതായത് റിക് ഫ്ലാഗ് ജൂനിയറിന്റെ ഫാദർ ക്യാരക്ടറായിട്ടാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റിക് ഫ്ലാഗ് ജൂനിയർ നമുക്കറിയാം ജോയൽ കിന്നമാൻ എന്ന് പറഞ്ഞ ആക്ടറാണ് ആ ഒരു ക്യാരക്ടറായിട്ട് സൂസൈഡ് സ്ക്വാഡ് പടങ്ങളിൽ അഭിനയിച്ചത്. ആൻഡ് ഒരു ആർമി മാൻ ആണ്. കുറെ ഇങ്ങനത്തെ ഗ്രൂപ്പ്സിന്റെ ഒക്കെ ഒരു ലീഡർ ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ. അടുത്തൊരു ആക്ടർ അഭിനയിക്കുന്നത് ഷോൺ ഗൺ ആണ്. ഇദ്ദേഹം നമുക്ക് MCUവിൽ റാഗ്ലർ ആയിട്ടുണ്ട്. ഇതിൽ GI റോബോട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറും വീസൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. വീസൽ നമുക്ക് നേരത്തെ അറിയാം സൂസൈഡ് സ്ക്വാഡ് പടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ആ പടങ്ങളിലും ഇദ്ദേഹമാണ് അതിന് ഒരു മോഷൻ ക്യാപ്ചർ ഒക്കെ കൊടുത്തിട്ടുള്ളത്.
ജി.ഐ. റോബോട്ട് എന്ന ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിലിട്ടറി ആൻഡ്രോയിഡ് ആണ്. ഈ നാസീസിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആണ്. ഈ ഒരു ആൻഡ്രോയിഡിന് സ്വന്തമായിട്ട് ചിന്തിക്കാനും പറ്റും. അതുപോലെ തന്നെ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഒരു സീരീസിലുള്ള മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് പ്രിൻസസ് ഇലാന റോസ്റ്റോറിച്ച് ആണ്. മറിയ ബക്കലോവോ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഈ ആക്ട്രസ് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3ൽ കോസ്മോ ദ ഡോഗിന് വോയിസ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെയുള്ള ഒരു ക്യാരക്ടറാണ് നീന മസൂർസ്കി. സോയി ചാവോ ആണ് ഇതിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മെർമെയ്ഡ് പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു മെർമെയ്ഡ് ഗിൽമാൻ പോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ റിട്ടേൺ ആവുന്ന കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. ഒന്ന് ജോൺ എക്കണോമോസ് ആണ്. സ്റ്റീവ് അഗിയാണ് ഈ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. സൂസൈഡ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. പീസ് മേക്കറിലും ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ. പിന്നെ വയോള ഡേവിസ് ഓഫ് കോഴ്സ് ആ ഒരു ഇക്കോണിക് ആയിട്ടുള്ള അമാൻഡ വോളർ ക്യാരക്ടറിന് വോയിസ് കൊടുക്കാനും തിരിച്ചെത്തുന്നു. നമ്മുടെ ഡിസി റീബൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഷോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വീഡിയോന്റെ തുടക്കത്തില്. അതായത് ഇതില് വോയിസ് കൊടുത്തിരിക്കുന്ന കൂടുതൽ ആൾക്കാരും ലൈവ് ആക്ഷൻ പടങ്ങളിലും ഈ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നതായിരിക്കും. ഡിസിയു ഫേസ് 1ന്റെ ആദ്യത്തെ സംഭവമാണ്. അതായത് ഡിസിയു ഫേസ് 1ൽ ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്നാണ് അവര് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് ഇതേ ഫേസ് 1ൽ ഉള്ളത് തന്നെയാണ് സൂപ്പർമാൻ. സോ ക്രീച്ചർ കമാൻഡേഴ്സ് റിലീസ് ആവുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. എന്തായാലും എക്സൈറ്റഡ് ആണ് ഡിസിയുവിന്റെ വീണ്ടും എന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് ഇറങ്ങിയ പെൻഗ്വിൻ ഒരു കിടിലൻ സീരീസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഇസ് എ ഡിഫറെന്റ് യൂണിവേഴ്സ്. പക്ഷേ ഇത് ആ ഒരു ഡിസിയുവിന്റെ ഒറിജിനൽ സംഭവമായിട്ട് ഇറങ്ങാൻ പോകുന്നതാണ്. നമുക്ക് എന്തായാലും കണ്ടറിയാം തിരിച്ചുവരവ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.